ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ മേഖല മൊത്തത്തിൽ വിവാദമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ 5 മലയാള സിനിമകളും പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. ഇതിൽ തന്നെ നായികാ പ്രാധാന്യമുള്ള 3 മലയാള സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററിലെത്തിയിരുന്നത്. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഫൂട്ടേജ് എന്ന മഞ്ജു വാര്യർ ചിത്രം സംവിധാന സാങ്കേതിക മികവ് കൊണ്ട് വളരെ മുന്നിലായിരുന്നുവെങ്കിലും ചിത്രത്തിന് ബിലോ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാനായിരുന്നുള്ളൂ. നിലവിൽ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ ഏകദേശം 32 ലക്ഷം രൂപ മാത്രമാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഭാവന നായികയെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 23 തിയേറ്ററിലെ ഹണ്ട് എന്ന സിനിമയും നിലവിൽ പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 34 ലക്ഷം രൂപയാണ്. ഈ സിനിമ GCC ഓവർസീസ് കളക്ഷനായി ഏകദേശം 10-12 ലക്ഷം റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 45 ലക്ഷത്തിന് മുകളിൽ കളക്ഷനാണ് 5 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായി നേടിയെടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 23 തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമ മീര ജാസ്മിൻ നായികയായി VK പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവുമാണ്. ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടില്ല. ഏകദേശം 3 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ 48 ലക്ഷം രൂപ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. മറ്റൊരു സിനിമ അരുൺ വെൺപാല സംവിധാനം ചെയ്ത കർണികയാണ്. വിയാൻ മംഗലശ്ശേരി, പ്രിയങ്ക നായർ, TG രവി എന്നിവർ അഭിനയിച്ച ഈ ഹൊറർ ത്രില്ലർ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലിമിറ്റഡ് സ്ക്രീനുകളിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ 20 ലക്ഷത്തോളം രൂപ മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ 5ാമത്തെ മലയാള സിനിമ ഹരിദാസ് സംവിധാനം ചെയ്ത താനാര ആണ്. ഷൈം ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ഈ സിനിമ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 30 ലക്ഷത്തോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഈ 5 സിനിമകളും പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും മികച്ച നിലയിൽ മുന്നേറ്റം നടത്തുന്നത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ വാഴ എന്ന സിനിമയാണ്. ഈ സിനിമ 13ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 85-90 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തത്. ആദ്യ 12 ദിവസം കൊണ്ട് 21.5 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ 13ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയോടെ 22.5 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 28.5-29 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. കേവലം 3-3.5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായി മുന്നേറുന്ന മറ്റൊരു മലയാള സിനിമ നുണക്കുഴിയാണ്. ബേസിൽ ജോസഫ് നായകനെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 12 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്നലെ ചൊവ്വാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 35-40 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 12 ദിവസം കൊണ്ട് 11.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 13ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയോടെ 12 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 20.5-21 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിയാൻ വിക്രം നായകനായി പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമയാണ് താങ്കലാൻ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ഔദ്യോഗിക കളക്ഷൻ വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 100 കോടിയിൽ പരം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഇന്ന് 13 ദിവസം പിന്നിടുമ്പോൾ 71 കോടി രൂപയാണ്. സെപ്റ്റംബർ 6 ഈ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യും എന്ന പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഏറ്റവും വലിയ മിന്നും പ്രകടനം നടത്തി മുന്നേറുന്നത് വാഴൈ എന്ന ചിത്രമാണ്. മാരി ശെൽവരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കലിയരശൻ, ദിവ്യ ദുരൈസ്വാമി എന്നിവരോടൊപ്പം മലയാളി താരങ്ങളായ നിഖില വിമൽ, പ്രിയങ്ക നായർ എന്നിവരും അഭിനയിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി 11.35 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം തിയേറ്ററിലെത്തി 4ാം ദിവസമായ തിങ്കളാഴ്ച റെക്കോർഡ് കളക്ഷനാണ്, അതായത് 5 കോടിക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയും ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഏകദേശം 13.35 ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രത്തിന്റെ 5 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും തരംഗമായി മുന്നേറുന്നത് സ്ത്രീ 2 തന്നെയാണ്. ശ്രദ്ധ കപൂർ നായികയായി അമർ കൗശിക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ ഹൊറർ ത്രില്ലർ സിനിമ ആദ്യ 12 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 589 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. 13ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 600 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേവലം 50-55 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 2024 തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഹൈ സ്പീഡ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുന്ന ആദ്യ സിനിമ കൂടിയാണ്. സിനിമാ രംഗത്തെ പ്രമുഖ നിരൂപകരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഈ സിനിമ 1000 കോടിക്ക് മുകളിൽ പോയാലും അത്ഭുതമില്ല. ഈ വീഡിയോയിലൂടെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ വിവിധ ഭാഷകളായി തിയേറ്ററിലെത്തിയ 10 സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.